ഒന്നും രണ്ടുമല്ല 8 പതിറ്റാണ്ട് സംഗീത രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഒരാളാണ് വിട വാങ്ങിയിട്ടുള്ളത്. 3 വയസ്സു മുതൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയതാണ്. ആ, ആശാ ഭോസ്ലെയുടെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ, എനിക്കിനി ജീവിതത്തിൽ നിന്ന് ഒന്നും പഠിക്കാനില്ല, ഞാൻ പാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. പാടി പാടി തന്നെയാകണം എൻ്റെ ജീവിതം പൊലിഞ്ഞു പോകുന്നത്. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കണം അവസാന ശ്വാസം വലിക്കേണ്ടത്. കാരണം അത്രയേറെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ് സംഗീതമെന്നത്. ഒരു അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം പോലെ, ഒരു അമ്മുമ്മയ്ക്ക് പേരക്കുട്ടികളോടുള്ള സ്നേഹം പോലെ എനിക്ക് ഗാനങ്ങളോടാണ് ഏറ്റവും പ്രിയം. അവർ നന്നായിരിക്കണമെന്നല്ലേ അമ്മയോ അമ്മുമ്മയോ ഒക്കെ ആഗ്രഹിക്കുക. അതുപോലെയാണ് എനിക്ക് പാട്ടുകൾ. അപ്പോൾ ആ പാട്ടിൻ്റെ രംഗത്ത്, സംഗീത രംഗത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവസാന ശ്വാസം വലിക്കണം എന്ന് പറഞ്ഞ അതുല്യ പ്രതിഭയാണ് നമുക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എത്രയോ തലമുറകൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന അത്യപൂർവമായ നിത്യസുന്ദരമായ ഗാനങ്ങളാണ് നമുക്ക് വേണ്ടി കാത്തുവച്ചിട്ടുള്ളത്, നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അത് ഇനിയും തലമുറകൾ പാടിക്കൊണ്ടേയിരിക്കും. ആശാ ഭോസ്ലെയുടെ ഒരു പ്രത്യേകത, ചേച്ചി ലതാ മങ്കേഷ്കറിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ശബ്ദമെല്ലാം തന്നെ. ശബ്ദത്തിലുണ്ടാകുന്ന വൈകാരികത അത് തന്നെയാണ് സംഗീത സംവിധായകർ പ്രയോജനപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും പ്രധാനം നമുക്ക് ഓർമ്മ വരുന്നത് ഹെലൻ്റെ പാട്ടുകളാണ്. ഹെലൻ പാടുന്ന രംഗത്തെല്ലാം തന്നെ അത്രയും വൈകാരികതയുള്ള പാട്ടുകൾ, കുറച്ച് മസ്കി ആയിട്ടുള്ള ആ പാട്ടുകളൊക്കെ തന്നെ ആശാ ഭോസ്ലെ പാടുമ്പോൾ അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി. 2 അവാർഡുകൾ, ഫിലിം ഫെയർ അവാർഡുകളൊക്കെ കിട്ടിയത് ആശാ ഭോസ്ലെ ഹെലൻ കൂട്ടുകെട്ടിൽ അവിടെ ഉണ്ടായ പാട്ടുകളാണ്.